ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാമ്പിളിങ്ങിനെ കുറിച്ചാണ്. സോ സാമ്പിളിംഗ് ഓഫ് കണ്ടിന്യൂസ് ടൈം സിഗ്നൽസ്. സോ എന്താണ് സാമ്പിളിംഗ്? സോ സാമ്പിളിംഗ് മീൻസ് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് എ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ഇൻ ടു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ. സോ ഈ ഒരു ഫിഗർ നോക്കുക. എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു സിഗ്നൽ ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നലാണ്. സോ നമുക്ക് ഏത് എക്സാമ്പിൾ വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് ഇങ്ങനൊരു കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെയാണ് ഞാനിവിടെ കൺസിഡർ ചെയ്തേക്കുന്നത്. ഈ കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെ നമ്മൾ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുവാണ് വിത്ത് ദ പ്രോസസ് നോൺ ആസ് സാമ്പിളിംഗ്. സോ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലാണ് ഈ വരച്ചേക്കുന്നത്. സോ ഈ ഒരു സിഗ്നലിനെ, ഈ ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെ ഡിസ്ക്രീറ്റ് ആക്കി വരയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. സോ സീറോയിലൊരു സാമ്പിൾ ഞാൻ മെഷർ ചെയ്തിട്ടുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് ടി എന്ന് പറയുന്ന ഒരു ഇൻ്റർവെല്ലാണ് അടുത്ത സാമ്പിൾ മെഷർ ചെയ്തേക്കുന്നത്. അടുത്തത് 2t എന്ന് പറയുന്ന ഒരു സാമ്പിളിൽ. സോ ദിസ് ഈസ് ദ സീറോത്ത് സാമ്പിൾ, ദെൻ ടി, ദെൻ അപ്പോൾ നമുക്ക് വരയ്ക്കാനാണെങ്കിൽ ഇങ്ങനെ സീറോയിലൊരു സാമ്പിൾ മെഷർ ചെയ്തു, സീറോയിലുള്ള സാമ്പിൾ മെഷർ ചെയ്തു, ദെൻ ടി ടൈമിലുള്ള സാമ്പിൾ, ദെൻ 2t സാമ്പിൾ, ദെൻ 3t, ദെൻ 4t, ദെൻ 5t. ഈ രീതിയിൽ നമ്മൾ കൺവേർട്ട് ചെയ്തേക്കുവാണ്. ആ ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെ ഡിസ്ക്രീറ്റ് ആക്കി കൺവേർട്ട് ചെയ്തേക്കുവാണ്. ദെൻ സീറോയിലുള്ള സാമ്പിൾ, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ടിയിലുള്ള ആംപ്ലിറ്റ്യൂഡ്, 2tയിലുള്ള ആംപ്ലിറ്റ്യൂഡ്, ഇതിനെ നമുക്ക് ജനറലി എക്സ് ഓഫ് എൻ ടി വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ n 0 ആണെങ്കിൽ സീറോത്ത് സാമ്പിൾ, ദാറ്റ് ഈസ് ദിസ് ഈസ് എക്സ് ഓഫ് 0. ദെൻ അടുത്തത് ടിയിലുള്ള സാമ്പിൾ, സോ n ഈസ് ഈക്വൽ ടു 1, ദിസ് ഈസ് എക്സ് ഓഫ് 1. സോ ദിസ് ഈസ് 2t. 2t മീൻസ് എക്സ് ഓഫ് 2t, 2tയിലുള്ള സാമ്പിളിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. സോ ഈ ആംപ്ലിറ്റ്യൂഡിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് എക്സ് ഓഫ് എൻ ടി വെച്ചിട്ടാണ്. ഇവിടുത്തെ ടൈം ഇൻ്റർവെൽ നോക്കുവാണെങ്കിൽ നമുക്കറിയാം 0 കഴിഞ്ഞ് ടി ആണ്, ടി കഴിഞ്ഞ് 2t ആണ്. സോ ടൈം ഇൻ്റർവെൽ എന്ന് പറയുന്നത് ടി ആണ്. സോ അല്ലെങ്കിൽ നമുക്ക് ഇതിനെ പറയാം സാമ്പിളിംഗ് പീരീഡ് അല്ലെങ്കിൽ സാമ്പിളിംഗ് ഇൻ്റർവെൽ. അപ്പോൾ സാമ്പിളിംഗ് ഇൻ്റർവെല്ലായിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത് ടി ആണ്. സോ ടി സെക്കൻഡ്സ് ആണ് നമ്മളിവിടെ സാമ്പിളിംഗ് പീരീഡായിട്ട് ചൂസ് ചെയ്തേക്കുന്നത്. സോ എക്സ് ഓഫ് ടി ഈസ് കണ്ടിന്യൂസ് ടൈം സിഗ്നൽ. എക്സ് എസ് ഓഫ് ടി മീൻസ് ദറ്റ് ഈസ് ദ സാമ്പിൾഡ് സിഗ്നൽ ഓർ ദ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ. സോ ഇതാണ് നമ്മൾ സാമ്പിളിങ്ങിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ. അപ്പോൾ നമുക്കിങ്ങനെ ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ആക്കുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ സാമ്പിളിംഗ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സാമ്പിളിംഗ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ആ ഒരു പ്രോപ്പർ സാമ്പിളിംഗ് നടക്കണമെങ്കിൽ ദ സാമ്പിളിംഗ് ഫ്രീക്വൻസി അല്ലെങ്കിൽ സാമ്പിളിംഗ് റേറ്റ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കണം. അങ്ങനെ ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് വേണം നമുക്ക് സാമ്പിളിംഗ് ചെയ്യാൻ. അപ്പം സാമ്പിളിങ്ങിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളിനി പഠിക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു സാമ്പിൾഡ് സിഗ്നലിൽ നിന്നും നമുക്ക് ആ ഒറിജിനൽ സിഗ്നലിനെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റണം. സോ ആ രീതിയിൽ വേണം നമ്മൾ സാമ്പിളിംഗ് ചെയ്യാൻ. സോ അങ്ങനെയുള്ള ചില കണ്ടീഷൻസ് നമ്മൾ ഈ ഒരു സാമ്പിളിംഗ് പ്രോസസ്സിന് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ സാമ്പിളിങ്ങിൻ്റെ ഡെഫിനിഷൻ ഇവിടെ പറഞ്ഞു. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് എ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ഇൻ ടു discrete time signal. So after sampling, the signal is defined at a discrete instance of time and the time interval between two sampling instances is called sampling period or sampling interval. ഇവിടെ നമ്മൾ ടി ആയിട്ടാണ് സാമ്പിളിംഗ് പീരീഡിനെ ചൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ in sampling, the sampling rate must be kept high so that the original signal can be reconstructed from its samples. So നമുക്ക് ആ ഒരു സാമ്പിൾസിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂയിൽ നിന്ന് നമുക്ക് ഒറിജിനൽ സിഗ്നലിനെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റണം. സോ അങ്ങനെയുള്ള സാമ്പിളിങ്ങിനെയാണ് നമ്മളൊരു പ്രോപ്പർ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. സോ അങ്ങനെ ഒരു പ്രോപ്പർ സാമ്പിളിംഗ് നടക്കണമെങ്കിൽ ആ സാമ്പിളിംഗ് റേറ്റ് ഷുഡ് ബി വെരി ഹൈ. സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാമ്പിളിംഗ് തിയറം ഫോർ ലോ പാസ് സിഗ്നൽസ്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഒരു പ്രോപ്പർ സാമ്പിളിംഗ് നടക്കണമെങ്കിൽ ദ സാമ്പിളിംഗ് റേറ്റ് ഷുഡ് ബി വെരി ഹൈ. സോ അത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു തിയറമാണ് സാമ്പിളിംഗ് തിയറം. സോ ഈ ഒരു സാമ്പിളിംഗ് തിയറം സാറ്റിസ്ഫൈ ചെയ്തിട്ട് വേണം ഈ ഒരു സാമ്പിളിംഗ് പ്രോസസ്സ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. സോ സാമ്പിളിംഗ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് എ ബാൻഡ് ലിമിറ്റഡ് സിഗ്നൽ എക്സ് ഓഫ് ടി. സോ എക്സ് ഓഫ് ടി എന്ന് പറയുന്ന കണ്ടിന്യൂസ് ടൈം സിഗ്നൽ, അതിനെ നമ്മളൊരു ബാൻഡ് ലിമിറ്റഡ് സിഗ്നലായിട്ടാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. വിത്ത് എക്സ് ഓഫ് ഒമേഗ ഈക്വൽ ടു 0 ഫോർ mod omega greater than or equal to omega n. സോ നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്ന
എക്സ് ഓഫ് ടി സിഗ്നലിൻ്റെ ഹയസ്റ്റ് ഫ്രീക്വൻസി കമ്പോണൻ്റ് ആണ് ഈ ഒമേഗ എം എന്ന് പറയുന്നത്. സോ അല്ലെങ്കിൽ നമുക്കിതിനെ ഇങ്ങനെയും ഡിഫൈൻ ചെയ്യാം, എക്സ് ഓഫ് എഫ് ഈസ് ഈക്വൽ ടു 0 ഫോർ എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് എം. സോ ഈ ഒരു സിഗ്നലിനെ നമുക്കത് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്ത് കാണിക്കാം. സോ ഞാനിവിടെ കൺസിഡർ ചെയ്തേക്കുന്ന എക്സ് ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നൽ ഇതാണ്, ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ. ഇതിൻ്റെ സ്പെക്ട്രം നമ്മൾ ഒരു ബാൻഡ് ലിമിറ്റഡ് സിഗ്നലായിട്ടാണ് നമ്മളിതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം, പക്ഷെ നമ്മൾ അതിൻ്റെ സ്പെക്ട്രം വരയ്ക്കുന്നത് ഇങ്ങനെ ഒരു ട്രയാങ്കുലർ ഷേപ്പായിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. സോ ഈ ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നലിൻ്റെ സ്പെക്ട്രം ഇതൊരു ബാൻഡ് ലിമിറ്റഡ് സിഗ്നൽ അല്ലെങ്കിൽ എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു ബാൻഡ് ലിമിറ്റഡ് സിഗ്നൽ വിത്ത് ഹയസ്റ്റ് ഫ്രീക്വൻസി കമ്പോണൻറ്റ് ഒമേഗ എം. സോ ഈ സ്പെക്ട്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഹയസ്റ്റ് ഫ്രീക്വൻസി കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഒമേഗ എം ആണ്. ആ ഒരു എക്സ് ഓഫ് ടിയുടെ ഹയസ്റ്റ് ഫ്രീക്വൻസി കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഒമേഗ എം ആണ്. അതാണ് ഈ ഒരു തിയറത്തിൽ പറഞ്ഞേക്കുന്നത്. എക്സ് ഓഫ് ഒമേഗ ഈസ് ഈക്വൽ ടു 0 ഫോർ മോഡ് ഒമേഗ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഒമേഗ എം. അങ്ങനെയുള്ളൊരു ബാൻഡ് ലിമിറ്റഡ് സിഗ്നലാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതിനെ നമ്മൾ ഫ്രീക്വൻസിയിൽ പറയുവാണെങ്കിൽ എക്സ് ഓഫ് എഫ് ഈസ് ഈക്വൽ ടു 0 ഫോർ എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് എം. സോ നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്ന എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളൊരു ബാൻഡ് ലിമിറ്റഡ് സിഗ്നലാണ് ആൻഡ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ ടു ആൻഡ് യുണീക്ലി ഡിറ്റർമിൻഡ് ഫ്രം ഇറ്റ് സാമ്പിൾസ് എക്സ് ഓഫ് എൻ ടി if the sampling frequency fs greater than or equal to 2fm. സോ നമ്മൾ സാമ്പിളിംഗ് ചെയ്യേണ്ട കണ്ടീഷനാണ് ഈ പറഞ്ഞേക്കുന്നത്. സാമ്പിളിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ടൈംസ് എഫ് എം ആയിരിക്കണം. എഫ് എന്ന് പറയുന്നത് ആ സിഗ്നലിൻ്റെ എക്സ് ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നലിൻ്റെ ഹയസ്റ്റ് ഫ്രീക്വൻസി കമ്പോണൻറ്റ്. സോ നമുക്ക് ഒമേഗ പറയുവാണെങ്കിൽ ഒമേഗ എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ഒമേഗ എം ആയിരിക്കണം. ഇതാണ് സാമ്പിളിംഗ് തിയറം പറയുന്നത്. ഈ ഒരു സാമ്പിളിംഗ് ഫ്രീക്വൻസിയിൽ എഫ് എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2fm എന്ന് പറയുന്ന ഒരു സാമ്പിളിംഗ് റേറ്റിൽ നമ്മൾ സാമ്പിളിംഗ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ സാമ്പിൾഡ് ഔട്ട്പുട്ടിൽ നിന്നും ഒറിജിനൽ സിഗ്നലിനെ റിക്കവർ ചെയ്യാൻ പറ്റൂ. അതാണ് സാമ്പിളിംഗ് തിയറം പറയുന്നത്. സോ ഇതിൻ്റെ പ്രൂഫ് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഇതെന്താണെന്ന് മനസ്സിലാവും സാമ്പിളിംഗ് തിയറം. സോ ഈ കണ്ടീഷൻ അറിഞ്ഞിരിക്കണം, എഫ് എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2fm. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടീഷൻ, സാമ്പിളിങ്ങിന് യൂസ് ചെയ്യുന്ന കണ്ടീഷൻ. സോ ഇതിൽ നിന്ന് നമുക്കൊരു ടേം ഡിഫൈൻ ചെയ്യാം, ദാറ്റ് ഈസ് Nyquist rate. So Nyquist rate is the minimum sampling rate at which a signal can be sampled and still be reconstructed from its samples without any distortion. So ആ മിനിമം സാമ്പിളിംഗ് റേറ്റ് എഫ് എസ് ഗ്രേറ്റർ ആർ ഈക്വൽ ടു 2fmലെ മിനിമം സാമ്പിളിംഗ് റേറ്റ് തന്നെയാണ് നമ്മൾ Nyquist റേറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇക്വേഷൻ എഫ് എസ് ഇസ് ഈക്വൽ ടു 2fm. ഈ ഒരു മിനിമം സാമ്പിളിംഗ് റേറ്റിൽ നമ്മൾ സാമ്പിളിംഗ് ചെയ്താൽ മാത്രമേ നമുക്ക് റീകൺസ്ട്രക്ഷൻ ഒറിജിനൽ സിഗ്നലിനെ സാമ്പിൾഡ് ഔട്ട്പുട്ടിൽ നിന്നും റിക്കവർ ചെയ്തെടുക്കാൻ പറ്റൂ. സോ എഫ് എസ് ഇസ് ഈക്വൽ ടു 2fm. ഇതാണ് Nyquist റേറ്റിൻ്റെ കണ്ടീഷൻ അല്ലെങ്കിൽ Nyquist റേറ്റ് എന്ന് പറയുന്നത് വെച്ച് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. Nyquist ഇൻ്റർവെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/fs. ഈ കിട്ടുന്ന വാല്യൂവിൻ്റെ അതിൻ്റെ ഇൻവേഴ്സ് എടുത്താൽ മതി. സോ 1/fs അല്ലെങ്കിൽ 1/2fm. അതിനെ നമ്മൾ Nyquist ടൈം പീരീഡ് അല്ലെങ്കിൽ ടൈം ഇൻ്റർവെൽ എന്ന് പറയാം. ഫ്രീക്വൻസിയാണ് നമ്മൾ Nyquist റേറ്റ് എന്ന് പറയുന്നത്, മിനിമം ഫ്രീക്വൻസി. സോ സാമ്പിളിംഗ് തിയറം പറയുന്നത് എഫ് എസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2fm. അതിൻ്റെ മിനിമം കണ്ടീഷനെയാണ് നമുക്ക് Nyquist റേറ്റ് എന്ന് പറയുന്നത്. സോ a signal sampled at greater than Nyquist rate is said to be oversampled. So fs greater than 2fm ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഓവർ സാമ്പിളിംഗ് കണ്ടീഷൻ എന്ന് പറയും. ആൻഡ് എ സിഗ്നൽ സാമ്പിൾഡ് അറ്റ് ലെസ് ദാൻ ഇറ്റ്സ് Nyquist rate is known as അണ്ടർ സാമ്പിൾഡ്. fs ലെസ് ദാൻ 2fm കണ്ടീഷനെ നമ്മൾ അണ്ടർ സാമ്പിൾഡ് കണ്ടീഷൻ എന്നും പറയും. സോ ഈ ഒരു തിയറം നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് പഠിക്കാം. അതിൻ്റെ പ്രൂഫ് നമുക്ക് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് സാമ്പിളിംഗ് തിയറം ആ രീതിയിലാണ് ചോദിക്കുന്നത്. സോ സാമ്പിളിംഗ് തിയറത്തിൻ്റെ പ്രൂഫും കൂടെ പഠിച്ചു കഴിയുമ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. സോ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ സാമ്പിളിംഗ് തിയറത്തിൻ്റെ ആ പ്രൂഫാണ്. സോ ദിസ് ഇസ് സാമ്പിളിംഗ് തിയറം പ്രൂഫ്. സോ നമ്മളിവിടെ കൺസിഡർ ചെയ്തേക്കുന്ന എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പ് സിഗ്നലാണ്. ദിസ് ഈസ് എക്സ് ഓഫ് ടി, ഇത് കണ്ടിന്യൂസ് ടൈം സിഗ്നൽ. സോ ഈ ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെ ഈ ഒരു കണ്ടിന്യൂസ് ടൈം ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്ന സിഗ്നലാണ്. ദിസ് ഇസ് ദ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ. ഈ ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യുകയാണ്. എക്സ് ഓഫ് ടി മീൻസ് സാമ്പിൾഡ് ഔട്ട്പുട്ട്. സോ നമ്മളത് ചെയ്യുന്നത് ജസ്റ്റ് ഒരു മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. എക്സ് ഓഫ് ടിയെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് del t of t എന്ന് പറയുന്ന ഒരു ട്രെയിൻ ഓഫ്
ഇമ്പൾസ് ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. എക്സ് ഓഫ് ടി മൾട്ടിപ്ലൈഡ് വിത്ത് ദിസ് ഇസ് എ മൾട്ടിപ്ലയർ എക്സ് ഓഫ് ടി മൾട്ടിപ്ലൈഡ് വിത്ത് എ ട്രെയിൻ ഓഫ് ഇമ്പൾസ് ഫംഗ്ഷൻ. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ സാമ്പിളിംഗ് പ്രോസസ്സിന് യൂസ് ചെയ്യുന്ന എക്സ്ട്രാ ഒരു സിഗ്നലിനെയാണ് നമ്മൾ ഈ ഡെൽ ടി ഓഫ് ടി എന്ന് പറയുന്നത്. പല ടൈപ്പ് സാമ്പിളിംഗ് ഉണ്ട്. നമ്മൾ ഈ പഠിക്കുന്നത് ഒരു ഇൻസ്റ്റൻറ്റേനിയസ് സാമ്പിളിംഗ് മെത്തേഡ് അല്ലെങ്കിൽ ഒരു ജനറൽ സാമ്പിളിംഗ് മെത്തേഡാണ്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡെൽ ടി ഓഫ് ടി ആണ്. സോ മെയിൻലി നമുക്ക് പറയാം ഇൻസ്റ്റൻറ്റേനിയസ് സാമ്പിളിംഗ് മെത്തേഡ് ഉണ്ട്, നാച്ചുറൽ സാമ്പിളിംഗ് ഉണ്ട്, ഫ്ലാറ്റ് ടോപ്പ് സാമ്പിളിംഗ് ഉണ്ട്. അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ പഠിക്കുന്ന ഒരു ജനറൽ മെത്തേഡ് ഇൻസ്റ്റൻറ്റേനിയസ് സാമ്പിളിംഗ് മെത്തേഡാണ്. അതിൽ ഡെൽ ടി ഓഫ് ടി യൂസ് ചെയ്തിട്ടുള്ള സാമ്പിളിംഗ് ആണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ ദിസ് ഈസ് എക്സ് ഓഫ് ടി. ആ എക്സ് ഓഫ് ടിയെ നമ്മളൊരു ഡെൽ ടി ഓഫ് ടി ഒരു ട്രെയിൻ ഓഫ് ഇമ്പൾസ് ഫംഗ്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. ട്രെയിൻ ഓഫ് ഇമ്പൾസ് ഫംഗ്ഷൻ. ട്രെയിൻ ഓഫ് ഇമ്പൾസ് ഫംഗ്ഷൻ മീൻസ് കുറേ ഡെൽ ഫംഗ്ഷൻസ്, കുറേ ഷിഫ്റ്റഡ് ഡെൽ ഫംഗ്ഷൻസിൻ്റെ ഒരു സമ്മേഷനാണ് ഈ വരച്ചേക്കുന്ന ട്രെയിൻ ഓഫ് ഇമ്പൾസ് ഫംഗ്ഷൻ. സോ ഒരു ട്രെയിൻ ഷേപ്പിലാണ് നമ്മളിത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളതിന് ട്രെയിൻ ഓഫ് ഇമ്പൾസ് ഫംഗ്ഷൻ, സമ്മേഷൻ ഓഫ് ഇമ്പൾസ് ഫംഗ്ഷൻ എന്ന് ഒക്കെ പറയുന്നത്. സോ ഡെൽ ടി ഓഫ് ടി മീൻസ് ആ ടി എന്ന് പറയുന്നത് ട്രെയിൻ എന്നുള്ളൊരു ഫംഗ്ഷനായിട്ടാണത് ഡിഫൈൻ ചെയ്യുന്നത്. സോ ഈ എക്സ് ഓഫ് ടിയെ ഡെൽ ടി ഓഫ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് ശരിക്കും എക്സ് എസ് ഓഫ് ടി എന്ന് പറയുന്ന സാമ്പിൾഡ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. ഇവിടെ നമ്മൾ സാമ്പിളിംഗ് തിയറം വെച്ചിട്ട് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കണ്ടീഷൻ, ഈ എക്സ് ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നലിനെ സാമ്പിൾ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ എക്സ് എസ് ഓഫ് ടി എന്ന് പറയുന്ന ഔട്ട്പുട്ടാക്കി കിട്ടണമെങ്കിൽ നമ്മൾ ചൂസ് ചെയ്തേക്കുന്ന ഈ ട്രെയിൻ ഓഫ് ഇമ്പൾസ് അല്ലെങ്കിൽ ദിസ് ഈസ് ദ സാമ്പിളിംഗ് സിഗ്നൽ. ഇതിനെ നമ്മൾ സാമ്പിളിംഗ് സിഗ്നൽ എന്ന് പറയും. ദിസ് ഈസ് സാമ്പിളിംഗ് സിഗ്നൽ, ദിസ് ഈസ് സാമ്പിൾഡ് ഔട്ട്പുട്ട്, ദിസ് ഈസ് ദ സാമ്പിൾഡ് ഔട്ട്പുട്ട്, ദിസ് ഈസ് ദ ഇൻപുട്ട് സിഗ്നൽ. സോ ഈ ഇൻപുട്ട് സിഗ്നലിനെ ഇങ്ങനെ ഒരു സാമ്പിൾഡ് വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന സാമ്പിളിംഗ് സിഗ്നൽ ഇതിൻ്റെ ഫ്രീക്വൻസി എഫ് എസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2FM ആയിരിക്കണം. ഈ ഒരു നൈക്വിസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ അല്ലെങ്കിൽ എഫ് എസ് മിനിമം ഫ്രീക്വൻസി എന്ന് പറയുന്നത് 2FM ആയിരിക്കണം, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2FM ആയിരിക്കണം. നൈക്വിസ്റ്റ് തിയറം വെച്ചിട്ട് ഈ ഒരു കണ്ടീഷൻ ഉള്ള സാമ്പിളിംഗ് സിഗ്നലിൻ്റെ ഫ്രീക്വൻസി, യൂസ് ചെയ്തേക്കുന്ന സാമ്പിളിംഗ് സിഗ്നലിൻ്റെ ഫ്രീക്വൻസി മിനിമം 2FM അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2FM കണ്ടീഷൻ ഉള്ള സാമ്പിളിംഗ് സിഗ്നൽ മാത്രം ചൂസ് ചെയ്ത് സാമ്പിളിംഗ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇങ്ങനൊരു സാമ്പിൾഡ് ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. ഈ സാമ്പിൾഡ് ഔട്ട്പുട്ടിൽ നിന്ന് നമ്മുടെ ഒറിജിനൽ സിഗ്നലിനെ റിക്കവർ ചെയ്തെടുക്കണമെങ്കിൽ, ഇതാണ് ഒറിജിനൽ സിഗ്നൽ, ഈ ഒറിജിനൽ സിഗ്നൽ റിക്കവർ ചെയ്തെടുക്കണമെങ്കിൽ ഈ രീതിയിൽ സാമ്പിളിംഗ് ചെയ്യണം. സോ ഹിയർ സാമ്പിളിംഗ് മീൻസ് ജസ്റ്റ് എ മൾട്ടിപ്ലിക്കേഷൻ, എക്സ് ഓഫ് ടി ഡെൽ ടി ഓഫ് ടി മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ. ഇതിനെ നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് സാമ്പിളിംഗ് എന്ന് നമ്മൾ പറയാറുണ്ട്. സോ ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ വി ക്യാൻ റൈറ്റ് ദ സാമ്പിൾഡ് സിഗ്നൽ, അതാണ് എക്സ് എസ് ഓഫ് ടി. ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഒറിജിനൽ സിഗ്നൽ എക്സ് ഓഫ് ടി ആൻഡ് ഇമ്പൾസ് ട്രെയിൻ ഡെൽ ടി ഓഫ് ടി. സോ ഞാനിവിടെ എക്സ് എസ് ഓഫ് ടി എങ്ങനെയാണ് എഴുതുന്നത്? എക്സ് ഓഫ് ടി ഇൻറ്റു ഡെൽ ടി ഓഫ് ടി എന്ന് എഴുതിയേക്കുവാണ്. എക്സ് ഓഫ് ടി ഈസ് the original signal and del t of t means it is the sampled signal. So ഇത് രണ്ടിൻ്റെയും കൂടെ പ്രോഡക്റ്റ് ആണ് നമ്മുടെ സാമ്പിൾഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇനി അതിൻ്റെ പ്രൂഫിലേക്ക് പോവാം. സോ ഞാൻ ഈ ഇക്വേഷനെ എക്സ് എസ് ഓഫ് ടി സിക്വൽ ടു എക്സ് ഓഫ് ടി ഇൻറ്റു ഡെൽ ടി ഓഫ് ടിയെ ഞാൻ ഇക്വേഷൻ 1 ആയിട്ട് എഴുതുകയാണ്. അവിടെ നമ്മൾ വേറെ ഡെൽ ടി ഓഫ് ടി ആണ്, ട്രെയിൻ ഓഫ് ഇമ്പൾസ് ഫംഗ്ഷനെ ഞാൻ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് സമ്മേഷൻ n ഈക്വൽ ടു -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഡെൽ ഓഫ് ടി മൈനസ് എൻ ടി എന്നാണ്. ഇതാണ് ട്രെയിൻ ഓഫ് ഇമ്പൾസ് ഫംഗ്ഷൻ്റെ ശരിക്കുള്ള റെപ്രസെൻറ്റേഷൻ. ഇതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ n-ന് 0 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതെന്താണ്? ഡെൽ ഓഫ് ടി ആണ്. സോ ദിസ് ഈസ് ഫോർ n ഈക്വൽ ടു -ഇൻഫിനിറ്റി തൊട്ട് +ഇൻഫിനിറ്റി വരെയുള്ള വാല്യൂസ് കൊടുക്കാം. n-ന് 0 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഡെൽ ഓഫ് ടി ആണ്. സോ ഡെൽ ഓഫ് ടി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, 0 ഒരു ഫംഗ്ഷനാണ്. n-ന് 0 കൊടുക്കുമ്പോൾ ഡെൽ ഓഫ് ടി കിട്ടും. സോ ദിസ് ഇസ് ദെൻ n-ന് 1 കൊടുക്കുമ്പോൾ t മൈനസ് ടി, ഡെൽ ഓഫ് ടി മൈനസ് ടി മീൻസ് അത് ടി യൂണിറ്റ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്ന ഫംഗ്ഷനാണ്. ദെൻ n-ന് 2 കൊടുക്കുകയാണെങ്കിൽ ഡെൽ ഓഫ് ടി മൈനസ് 2t അത് ഇതാണ്. ദെൻ സപ്പോസ് n-ന് -1 കൊടുക്കുന്നതെങ്കിൽ t പ്ലസ് ടി, അതായത് മൈനസ് ടിയിലുള്ള സിഗ്നൽ. ദെൻ -2 കൊടുക്കുന്നതെങ്കിൽ -2t സിഗ്നൽ. സോ ഈ ഒരു സിഗ്നലാണ് നമ്മളിവിടെ ട്രെയിൻ ഓഫ് ഇമ്പൾസ് ഫംഗ്ഷനായിട്ട്
ചൂസ് ചെയ്തേക്കുന്നത്. സോ ദിസ് ഇസ് എ സമ്മേഷൻ ഓഫ് ഇമ്പൾസ് ഫംഗ്ഷൻ. സോ ഇതൊരു പീരിയോഡിക് സിഗ്നലാണ്. ഈ ഒരു പീരിയോഡിക് സിഗ്നലിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. സോ എക്സസ് ഓഫ് ടി ക്യാൻ ബി എക്സ് ഓഫ് ടി ഇൻറ്റു ഡെൽ ടി ഓഫ് ടി, വേർ ഡെൽ ടി ഓഫ് ടി ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആ സമ്മേഷൻ ഡെൽ ഓഫ് ടി മൈനസ് എൻ ടി. ഇനി നമുക്കിവിടെ ഒരു കാര്യം അറിയാം. ഈ ഒരു ട്രെയിൻ ഓഫ് ഇമ്പൾസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു പീരിയോഡിക് സിഗ്നലാണ്. സോ വി ക്യാൻ റൈറ്റ് ദ എക്സ്പൊണൻഷ്യൽ ഫോം ഓഫ് ദാറ്റ് സിഗ്നൽ. അപ്പം ദ എക്സ്പൊണൻഷ്യൽ, സോ അതൊരു പീരിയോഡിക് സിഗ്നൽ ആയതുകൊണ്ട് അതിനൊരു എക്സ്പൊണൻഷ്യൽ ഫൊറിയർ സീരീസ് ഉണ്ട്. ആ എക്സ്പൊണൻഷ്യൽ ഫൊറിയർ സീരീസ് ഞാൻ എഴുതുവാണ്. എക്സ്പൊണൻഷ്യൽ ഫൊറിയർ സീരീസ് ഓഫ് del t of t. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്സ്പോണൻഷ്യൽ ഫൊറിയർ സീരീസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു സമ്മേഷൻ, ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഫൊറിയർ സീരീസ് ഇക്വേഷൻ. എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു സമ്മേഷൻ എൻ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് എൻ ഇ റേസ് ടു ജെ എൻ ഒമേഗ നോട്ട് ടി. അവിടെ എക്സ് എൻ എന്ന് പറയുന്നത് ഫൊറിയർ സീരീസ് കോഎഫിഷ്യൻ്റ് ആണ്. അതിൻ്റെ ഇക്വേഷൻ 1/t ഇൻ്റഗ്രൽ t0 to t0 plus t, t0 to t0 plus t അല്ലെങ്കിൽ 0 to t എന്നൊക്കെ പറയാം. t0 to t0 plus t മീൻസ് ആ ടൈം ഇൻ്റർവെൽ t ആയിരിക്കും. സോ 1/t ഇൻറ്റു എക്സ് ഓഫ് ടി ഇ റേസ് ടു മൈനസ് ജെ എൻ ഒമേഗ നോട്ട് ടി ഡി ടി. അപ്പോൾ ഇത് ഫൊറിയർ സീരീസ് ഇക്വേഷനാണ്. അതിൻ്റെ ഇൻവേഴ്സ് ഇക്വേഷനാണിത്. സോ ദിസ് ഈസ് CTFS ഇക്വേഷൻ. CTFSൻ്റെ ഇക്വേഷനും അതിൻ്റെ ഇൻവേഴ്സ് ഇക്വേഷനാണ്. അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എക്സ് ഓഫ് ടി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നത് del t of t ഫംഗ്ഷനാണ്. del t of t ട്രെയിൻ ഓഫ് ഇമ്പൾസ് ഫംഗ്ഷൻ. സോ ഞാൻ ആ del t of t എങ്ങനെ എഴുതാം? del t of t can be represented as summation n is equal to minus infinity to infinity xn e raised to jn omega naught. ഇവിടെ നമുക്കറിയാം ഈ ഒരു ടി എന്ന് പറയുന്നത് സാമ്പിളിംഗ്, ഇതാണ് സാമ്പിളിംഗ് സിഗ്നൽ. സോ ടി ടൈം പീരീഡ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സാമ്പിളിംഗ് ടൈം പീരീഡ്. ഈ സാമ്പിളിംഗ് ടൈം പീരീഡിൻ്റെ ഇൻവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് സാമ്പിളിംഗ് ഫ്രീക്വൻസി 1/t എന്ന് പറയുന്നത് ശരിക്കും സാമ്പിളിംഗ് ഫ്രീക്വൻസിയാണ്. സോ ടി ടൈം പീരീഡ് മീൻസ് ദാറ്റ് ഇസ് എ സാമ്പിളിംഗ് ടൈം പീരീഡ്. സോ FS എന്ന് പറയുന്നത് 1/t ആണ്. സോ നമുക്കിവിടെ ഈ ഒമേഗ നോട്ടിന് പകരം നമുക്കിവിടെ ഒമേഗ എസ് എന്ന് കൊടുക്കും. കാരണം ഇവിടെ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ട്രെയിൻ ഓഫ് ഇമ്പൾസിൻ്റെ ഫ്രീക്വൻസി സാമ്പിളിംഗ് ഫ്രീക്വൻസി ആയതുകൊണ്ട് നമ്മളതിനെ ഇവിടെ ഒമേഗ നോട്ടിന് പകരം ഒമേഗ എസ് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഒമേഗ എസ് ടി. കാരണം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സാമ്പിളിംഗ് സിഗ്നൽ റെപ്രസെൻറ്റേഷനാണ്, എക്സ്പോണൻഷ്യൽ ഫൊറിയർ സീരീസ് റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ അവിടെ വേർ നമുക്ക് എക്സ് എൻ കണ്ടുപിടിക്കാം. എക്സ് എൻ എന്ന് പറയുന്നത് ഈ ഒരു സിഗ്നലിൻ്റെ ടൈം പീരീഡ് നമുക്കറിയാം ടി ആണ് ടൈം പീരീഡ്. സോ ഞാൻ 1/t എന്ന് എഴുതി. ഇൻ്റഗ്രൽ t0 to t0 plus t, അല്ലെങ്കിൽ ഇതിൻ്റെ ടൈം പീരീഡ് t വരുന്ന രീതിയിൽ നമ്മളിവിടെ ചൂസ് ചെയ്തേക്കുന്നത് t/2 മൈനസ് t/2 മുതൽ t/2 വരെയാണ് ഈ സിഗ്നലിനെ ഡിഫൈൻ ചെയ്യുന്നത്. 0 to t ചൂസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല, കാരണം ഇവിടെ 0 to 2 0 കഴിഞ്ഞിട്ട് ടിയിൽ ഒരു സിഗ്നൽ വരുന്നുണ്ട്. സോ നമുക്ക് മൈനസ് ടി, കാരണം t0 to t0 plus t എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ മൈനസ് t/2 മുതൽ t/2 വരെ നമുക്ക് ആ സിഗ്നലിനെ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത് ഈ ഒരു ഡെൽ ഫംഗ്ഷനാണ്. സോ ഇതാണ് ഇവിടെ പീരിയോഡിക്കായിട്ട് പോകുന്നത്. ഈ ഒരു സിഗ്നൽ, ഈ ഒരു ഡെൽ കമ്പോണൻറ്റ്, ഡെൽ ഓഫ് ടി എന്ന് പറയുന്ന കമ്പോണൻ്റ് ആണ് ഇവിടുത്തെ കമ്പോണൻറ്റ്. നമ്മുടെ സിഗ്നൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഡെൽ ഫംഗ്ഷനാണ്. സോ ഞാനിവിടെ കൊടുക്കുവാണ് മൈനസ് t/2 മുതൽ t/2 വരെ. ആ സിഗ്നൽ ഏതാണ്? സിഗ്നൽ എന്ന് പറയുന്നത് എക്സ് ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നൽ ഇവിടെ ഡെൽ ഓഫ് ടി ആണ്. ഇതാണ് ഷിഫ്റ്റ് ചെയ്ത് സം ചെയ്തേക്കുന്നത്. സോ എക്സ് ഓഫ് ടി ആണ് ഇവിടുത്തെ നമ്മുടെ സിഗ്നൽ കമ്പോണൻറ്റ്. ഞാൻ ചൂസ് ചെയ്തേക്കുന്ന ഇൻ്റർവെൽ മൈനസ് t/2 മുതൽ t/2 വരെ. സോ ഞാൻ അവിടെ എക്സ് ഓഫ് ടിക്ക് പകരം ഡെൽ ഓഫ് ടി എന്ന് കൊടുത്തു, ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ എൻ ഒമേഗ നോട്ടിന് പകരം ഒമേഗ എസ് ടി ഡി ടി. ഒമേഗ എസ് കൊടുക്കാനുള്ള റീസൺ അത് സാമ്പിളിംഗ് ഫ്രീക്വൻസി സിഗ്നലാണ്, അല്ലെങ്കിൽ സാമ്പിളിംഗ് സിഗ്നൽ ആയതുകൊണ്ടാണ്. ആ ഫ്രീക്വൻസിയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഇവിടെ നോക്കുവാണെങ്കിൽ 1/t
ഇൻ്റഗ്രൽ ഡെൽ ഓഫ് ടി ഡി ടിയെ നമുക്ക് 1 എന്ന് കൊടുക്കാം അറ്റ് ടി ഈസ് ഈക്വൽ ടു 0. ഒരു ഡെൽ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ തന്നെ അതാണ്. ഏരിയ അണ്ടർ ഡെൽ ഫംഗ്ഷൻ 1 ആണ്. സോ ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി തന്നെ വരണമെന്നില്ല. ഏത് ലിമിറ്റ് ആണെങ്കിലും ഡെൽ ഓഫ് ടി ഡി ടി ഇൻ്റഗ്രൽ ലിമിറ്റ് ഡെൽ ഓഫ് ടി ഡി ടി ഈസ് ഈക്വൽ ടു 1 അറ്റ് ടി ഈസ് ഈക്വൽ ടു 0. സോ ഈ ഡെൽ ഓഫ് ടിയുടെ വാല്യൂ 1 ആവുന്നത്, അല്ലെങ്കിൽ ആ ഏരിയ 1 ആവുന്നത് ടി 0 ആവുമ്പോഴാണ്. സോ നമുക്കിവിടെ 1/t ഇൻറ്റു ഈ ഇൻ്റഗ്രൽ വാല്യൂവിന് 1 കൊടുക്കാം. പക്ഷേ ഇവിടെ ഈ ടിക്ക് 0 കൊടുക്കുക. അപ്പോൾ e⁻⁴ അത് 1 ആയി പോവും. സോ ദിസ് ടേം വിൽ ബി ഫുള്ളി 1. ഇതിൻ്റെ വാല്യൂ ഫുള്ളി 1 ആവും. സോ ആൻസർ xnൻ്റെ വാല്യൂ 1/t എന്ന് കിട്ടും. സോ xn 1/t കിട്ടി. ഫൊറിയർ സീരീസ് കോഎഫിഷ്യൻറ്റ് 1/t കിട്ടി. അപ്പോൾ എക്സ്പോണൻഷ്യൽ ഫൊറിയർ സീരീസ് xnൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എഴുതാം. Therefore del t of t can be written as summation n is equal to -∞ to infinity 1/t e⁻jn omega st എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്തുനിന്ന് 1/t ഒരു കോൺസ്റ്റൻ്റ് ആണ്, അതിനെ വെളിയിലെടുത്തും എഴുതാം. സോ 1/t summation n is equal to -∞ to infinity e⁻jn omega st. സോ del t of t ഫംഗ്ഷൻ നമ്മൾ ഡിറ്റർമിൻ ചെയ്തു. അപ്പോൾ ഇത് ഞാൻ ഇക്വേഷൻ 2 ആയിട്ട് കൊടുക്കുകയാണ്. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു എക്സ് ഓഫ് ടി എന്ന് പറയുമ്പോൾ എക്സ് ഓഫ് ടി ഇൻറ്റു ഡെൽ ടി ഓഫ് ടി ആണ്. ഇവിടെ ഡെൽ ടി ഓഫ് ടിയുടെ വാല്യൂ നമ്മൾ ആ എക്സ്പോണൻഷ്യൽ ഫൊറിയർ സീരീസ് വെച്ച് കണ്ടുപിടിച്ചു. ആ വാല്യൂ ഇക്വേഷൻ 1 കൊടുക്കുമ്പോൾ ഇക്വേഷൻ 1 ഇംപ്ലൈസ്, സോ ഇക്വേഷൻ 1 ഞാൻ ഒന്നുകൂടെ എഴുതാം. എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി ഇൻറ്റു ഡെൽ ടി ഓഫ് ടി. So substituting equation 2 in 1 implies x of t into 1/t summation n is equal to -∞ to infinity. ഈ വാല്യൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് e⁻jn omega st. ഈ എക്സ് ഓഫ് ടി ഇത് എന്നിൻ്റെ ലിമിറ്റാണ്. സോ നമുക്ക് എക്സ് ഓഫ് ടി അകത്തോട്ട് വേണമെങ്കിലും എഴുതാം. ദാറ്റ് ഈസ് 1/t summation n is equal to -∞ to infinity x of t into e⁻jn omega st എന്ന് എഴുതാം. കാരണം ഇത് എന്നിൻ്റെ ലിമിറ്റാണ്. എക്സ് ഓഫ് ടി അകത്ത് എഴുതിയാലും ഈ സമ്മേഷന് വെളിയിൽ എഴുതിയാലും സെയിം ആണ്. സോ ദിസ് ഈസ് എക്സ് ഓഫ് ടി. സോ എക്സ് ഓഫ് ടി എന്താണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്തു. ദെൻ അപ്ലൈ ഫൊറിയർ ട്രാൻസ്ഫോം. സോ ഞാനിവിടെ ഫൊറിയർ ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുവാണ്. അപ്ലൈ ഫൊറിയർ ട്രാൻസ്ഫോം to this equation. So xs of t യുടെ ഫൊറിയർ ട്രാൻസ്ഫോം എന്താണ്? xs of omega ഈക്വൽ ടു ഈ റൈറ്റ് സൈഡിൽ ഫുള്ളായിട്ട് ഫൊറിയർ ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുവാണ്. ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് 1/t summation n is equal to -∞ to infinity x of t e⁻jn omega st. Then ഫൊറിയർ ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുമ്പോൾ ഇത് കോൺസ്റ്റൻറ്റ് 1/t സമ്മേഷൻ വാല്യൂ ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്ത് ഫൊറിയർ ട്രാൻസ്ഫോം ഇതിന് അപ്ലൈ ചെയ്യുവാണ്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 1/t സമ്മേഷൻ n ഈസ് ഈക്വൽ ടു -∞ to infinity ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ടി ഇൻറ്റു e⁻jn omega st. സോ ഈ രീതിയിൽ നമുക്ക് ഇക്വേഷൻ കിട്ടും. സോ നമ്മൾ പഠിച്ചിട്ടുള്ളൊരു പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്യുവാണ്. ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഈ ഫോമിൽ നമ്മളൊരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് യൂസിങ് ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. യൂസിങ് ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് property, that is of Fourier transform of CTFT continuous time Fourier transform inde frequency shifting property apply cheyuvana. Adayathu that is if x of t Fourier transform x of omega, then x of t into e raised to j omega naught t ഇതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എക്സ് ഓഫ് ഒമേഗ മൈനസ് ഒമേഗ നോട്ട് ആണ്.
സോ ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ ഓൾറെഡി ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചപ്പോൾ ഡിസ്കസ് ചെയ്തതാണ്. ഈ പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്യുവാണ്. നോക്കുവാണെങ്കിൽ എക്സ് ഓഫ് ടി ഇ റേസ് ടു ജെ ഒമേഗ നോട്ട് ടി, ആ ഫോമിലാണ് ഇത് വന്നേക്കുന്നത്. അതാണ് ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. എക്സ് ഓഫ് ടി ഇ റേസ് ടു ജെ ഒമേഗ നോട്ട് ടിക്ക് വരെ ഇവിടെ എൻ ഒമേഗ എസ് ടി എന്നാണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് ഇതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം ഇങ്ങനെ എഴുതാം. 1/t summation n is equal to minus infinity to infinity ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ദിസ് എന്ന് പറയുന്നത് എക്സ് ഓഫ് ഒമേഗ, ഇതിനെ ഒമേഗ മൈനസ് ഒമേഗ നോട്ട് ആണെങ്കിൽ ഇതിനെ ഒമേഗ മൈനസ് എൻ ഒമേഗ എസ് എന്ന് എഴുതാം. എക്സ് ഓഫ് ഒമേഗ മൈനസ് എൻ ഒമേഗ എസ് എന്ന് നമുക്ക് എഴുതാം. എക്സ് എസ് ഓഫ് ഒമേഗ. സോ 1/t, ടി എന്ന് പറയുന്നത് സാമ്പിളിംഗ് ടൈം പീരീഡ് ആണ്. 1/t എന്ന് പറയുന്നത് സാമ്പിളിംഗ് ഫ്രീക്വൻസിയാണ്. സോ എഫ് എസ് ഇൻറ്റു സമ്മേഷൻ എൻ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി. ഈ രണ്ട് ഇക്വേഷനും സെയിം ആണ്. എഫ് എസ് ഇൻറ്റു സമ്മേഷൻ എക്സ് ഓഫ് ഒമേഗ മൈനസ് എൻ ഒമേഗ എസ്. ഈ രീതിയിൽ നമുക്ക് ഫൈനൽ ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് മനസ്സിലാവുന്നത് എക്സ് എസ് ഓഫ് ഒമേഗ എന്ന് പറഞ്ഞാൽ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് സാമ്പിൾഡ് സിഗ്നൽ ആണ്. അപ്പോൾ നമുക്ക് എഴുതാം ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് സാമ്പിൾഡ് സിഗ്നലിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം, അതാണ് ഈ കിട്ടിയേക്കുന്ന ഇക്വേഷൻ. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് given by an infinite sum of shifted replicas. എന്താണെന്ന് പറഞ്ഞു തരാം. ഷിഫ്റ്റഡ് റെപ്ലിക്കാസ് ഓഫ് ദ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ദ ഒറിജിനൽ സിഗ്നൽ. സോ ഈ ഒരു ഇക്വേഷൻ അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഒമേഗയ്ക്ക് എന്നിന് 0 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഏതാണ് സമ്മേഷൻ, ഇൻഫൈനൈറ്റ് സമ്മേഷൻ എന്ന് പറയുന്നത് ഇതാണ്. സമ്മേഷൻ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ഒമേഗ മൈനസ് എൻ ഒമേഗ എസ്. ഇവിടെ നമുക്ക് എന്നിന് 0 കൊടുക്കുകയാണെങ്കിൽ എക്സ് ഓഫ് ഒമേഗയാണ് കിട്ടുന്നത്. ദെൻ 1 കൊടുക്കുകയാണെങ്കിൽ എക്സ് ഓഫ് ഒമേഗ മൈനസ് ഒമേഗ എസ്. അപ്പോൾ നമ്മുടെ എക്സ് ഓഫ് ഒമേഗ എന്ന് പറയുന്നത് എക്സ് ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം ആണ്. ആ ഒറിജിനൽ സിഗ്നലിൻ്റെ സ്പെക്ട്രം അത് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് സം ചെയ്ത് ആഡ് ചെയ്തേക്കുന്ന ഒരു സിഗ്നലായിട്ടാണ് നമുക്ക് സാമ്പിൾഡ് ഔട്ട്പുട്ടിൻ്റെ സ്പെക്ട്രം അല്ലെങ്കിൽ ഫൊറിയർ ട്രാൻസ്ഫോം കിട്ടുന്നത്. എക്സസ് ഓഫ് ഒമേഗ എന്നാണ് ശരിക്കും സ്പെക്ട്രമാണ് അതിൻ്റെ ഇക്വേഷൻ. സോ ഇതാണ് ശരിക്കും സാമ്പിളിംഗ് തിയറത്തിൻ്റെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ വന്നേക്കുന്ന ഇക്വേഷനെ നമുക്കൊരു സ്പെക്ട്രം വേവ് ഫോം വെച്ചിട്ട് അനലൈസ് ചെയ്യാം. സോ ആ ഒരു സ്പെക്ട്രം നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. സോ ഇവിടെ ഞാൻ എക്സ് ഓഫ് ടി, ഇതാണ് നമ്മുടെ ടൈം ഡൊമൈനിലുള്ള കണ്ടിന്യൂസ് ടൈം സിഗ്നൽ. ഈ കണ്ടിന്യൂസ് ടൈം സിഗ്നലിൻ്റെ സ്പെക്ട്രമാണ് ഈ വരച്ചിരിക്കുന്നത്, ഇതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം. സോ ഇതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം ഇങ്ങനൊരു ബാൻഡ് ലിമിറ്റഡ് സിഗ്നലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ എന്ത് കണ്ടിന്യൂസ് ടൈം സിഗ്നൽ നിങ്ങൾ വരച്ചാലും അതിൻ്റെ സ്പെക്ട്രം നമ്മൾ ഇങ്ങനെയാണെന്ന് അസ്യൂം ചെയ്യുവാണ്. സോ ഇത് ഈ ഒരു സിഗ്നൽ, ഈ ഒരു സ്പെക്ട്രം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഒറിജിനൽ സിഗ്നലിൻ്റെ സ്പെക്ട്രമാണ്. എക്സ് ഓഫ് ഒമേഗ എന്ന് പറഞ്ഞാൽ ഫൊറിയർ ട്രാൻസ്ഫോം ആണ്. ഇതൊരു ബാൻഡ് ലിമിറ്റഡ് സിഗ്നലാണ്. ഇതിനകത്ത് ഹയസ്റ്റ് ഫ്രീക്വൻസി കമ്പോണൻറ്റ് ഒമേഗ എം ആണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഞാൻ 1 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ അടുത്തത് നമ്മൾ, സോ ദിസ് ഈസ് ദ ഇൻപുട്ട് സിഗ്നൽ. ദെൻ സാമ്പിളിംഗ് സിഗ്നലാണ് ഈ വരച്ചിരിക്കുന്നത്. സാമ്പിളിംഗ്, ഈ സാമ്പിളിംഗ് സിഗ്നലിൻ്റെ നോക്കുക, ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ട്രെയിൻ ഓഫ് ഇമ്പൾസ് ഫംഗ്ഷൻ ആണ് del t of t which is equal to summation n is equal to minus infinity to infinity del of t minus ent. അപ്പോൾ ഇത് എങ്ങനെയാണ് വരുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പോൾ ആ സിഗ്നലാണ്, ട്രെയിൻ ഓഫ് ഇമ്പൾസ് ഫംഗ്ഷനാണ് ഈ തന്നിരിക്കുന്നത്. ഇതിൻ്റെ സ്പെക്ട്രം അത് നമുക്കൊരു ട്രെയിൻ ഓഫ് ഇമ്പൾസ് ഫംഗ്ഷൻ്റെ
സമ്മേഷൻ ആയിട്ടാണ് കിട്ടുന്നത്. അതെങ്ങനെയാണ് വരുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി ഒരു ഇക്വേഷൻ ഇവിടെ പറഞ്ഞിരുന്നു. ഇവിടെ ഓൾറെഡി ഒരു ഇക്വേഷൻ നമ്മൾ ഡെൽറ്റി ഓഫ് ടിയുടെ എക്സ്പ്രഷൻ ഇവിടെ പറഞ്ഞിരുന്നു. ഇക്വേഷൻ 2 ഇതാണ്. ആ ഇക്വേഷൻ 2ൽ നിന്നും ആ ഇക്വേഷൻ 2 ഞാൻ ഒന്നുകൂടെ എഴുതുകയാണ്. സോ ഫ്രം ഇക്വേഷൻ 2 we can write del t of t is equal to 1 by t summation n is equal to minus infinity to infinity e raised to j n omega st. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഇക്വേഷൻ 2നെ നമ്മൾ എഴുതിയിരുന്നു. ആ ഒരു ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ ചെയ്ത് കിട്ടുന്ന ഒരു ഇക്വേഷനായിട്ട് നമ്മൾ ഇവിടെ എഴുതിയിരുന്നു. സോ അതാണ് ഞാനിവിടെ എഴുതിയേക്കുന്ന ഇക്വേഷൻ ഫ്രം ഇക്വേഷൻ 2 എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. ആ ഇക്വേഷൻ 2 ഇക്വേഷൻ തന്നെയാണ്. സോ ഇതിനെ നമ്മൾ ഫൊറിയർ ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുവാണ്. കാരണം അതിൻ്റെ സ്പെക്ട്രം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അപ്ലൈ ഫൊറിയർ ട്രാൻസ്ഫോം. സോ ഫൊറിയർ ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് ഡെൽ ടി ഓഫ് ഒമേഗ വിച്ച് ഈസ് ഈക്വൽ ടു രണ്ട് സൈഡ് അപ്ലൈ ചെയ്യുവാണ്. 1 by t സമ്മേഷൻ n ഈസ് ഈക്വൽ ടു മൈനസ്. സോ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതിന് മാത്രം അപ്ലൈ ചെയ്താൽ മതി. ടി ഫംഗ്ഷൻ ഇതാണ്. സോ ഇതിന് മാത്രം ഞാൻ അപ്ലൈ ചെയ്യുവാണ്. ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു ജെ എൻ ഒമേഗ എസ് ടി. സോ ഈ ഫംഗ്ഷൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് സൈൻ ടി കോസ് ടി ഒക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇ റേസ് ടു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ നോട്ട് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽ ഓഫ് ഒമേഗ മൈനസ് ഒമേഗ നോട്ടാണ്. അതേപോലെ തന്നെ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ നോട്ടിയുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡെൽ ഓഫ് ഒമേഗ പ്ലസ് ഒമേഗ നോട്ട്. സോ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു ജെ എൻ ഒമേഗ എസ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം ദാറ്റ് ഈസ് 1 by t ഇൻറ്റു സമ്മേഷൻ n ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ഇതിനെ ഡെൽ ഓഫ് ഒമേഗ മൈനസ് ഇ എൻ ഒമേഗ എസ് എന്ന് എഴുതാം. അങ്ങനെ ഒമേഗ മൈനസ് ഇവിടെ ഒമേഗ നോട്ടല്ല, പകരം എൻ ഒമേഗ എസ് ആയതുകൊണ്ട്. സോ ഇതാണ് ശരിക്കും നമുക്ക് ഡെൽ ടി ഓഫ് ഒമേഗ അല്ലെങ്കിൽ ആ ട്രെയിൻ ഓഫ് ഇമ്പൾസ് ഫംഗ്ഷൻ്റെ സ്പെക്ട്രമായിട്ട് കിട്ടുന്നത്. സോ ഈ 1 by t എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് എസ് ആണ്. എഫ് എസ് ഇൻറ്റു സമ്മേഷൻ n ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഡെൽ ഓഫ് ഒമേഗ മൈനസ് എൻ ഒമേഗ എസ്. ഇതാണ് എനിക്ക് സ്പെക്ട്രത്തിൻ്റെ ഇക്വേഷനായിട്ട് കിട്ടുന്നത്. സോ ഞാനിവിടെ ഡെൽ ടി ഓഫ് ഒമേഗയുടെ ഇക്വേഷൻ എഴുതുവാണ്. ഡെൽ ടി ഓഫ് ഒമേഗ ഈസ് ഈക്വൽ ടു എഫ് എസ് ഇൻറ്റു സമ്മേഷൻ n ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഡെൽ ഓഫ് ഒമേഗ മൈനസ് എൻ ഒമേഗ എസ്. ഇവിടെ നമുക്ക് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇവിടെ 1 ആയിരുന്നു മാഗ്നിറ്റ്യൂഡ്. സോ അതാണ് ഞാനിവിടെ 1 ഇട്ടേക്കുന്നത്. ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ മാഗ്നിറ്റ്യൂഡ് എഫ് എസ് ആണ്. ഇതിൻ്റെ സാമ്പിൾസിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എഫ് എസ് ആയിട്ടാണ് ഡെൽ ഫംഗ്ഷൻ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. സോ എഫ് എസ് ഇൻറ്റു സമ്മേഷൻ ഡെൽ ഓഫ് ഒമേഗ മൈനസ് ഡെൽ ഓഫ് ടി മൈനസ് എൻ ടി എന്ന് പറയുന്ന പോലെ ഇവിടെ ഒമേഗ മൈനസ്, അപ്പോൾ ഒമേഗയ്ക്ക് 0 കൊടുക്കുകയാണെങ്കിൽ ഡെൽ ഓഫ് ഒമേഗ കിട്ടും. ദെൻ 1 കൊടുക്കുകയാണെങ്കിൽ ഒമേഗ മൈനസ് ഒമേഗ എസ്, ഒമേഗ എസിൽ കിട്ടും. ദെൻ 2 കൊടുക്കുകയാണെങ്കിൽ 2 ഒമേഗ എസിൽ കിട്ടും. 3 കൊടുക്കുകയാണെങ്കിൽ 3 ഒമേഗ എസിൽ കിട്ടും. സോ അതുകൊണ്ടാണ് ഞാൻ ഇതിനെ എഫ് എസ് ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്പ്രഷനായിട്ട് ഇവിടെ എഴുതുന്നത്. സോ ഇതിൻ്റെ സ്പെക്ട്രം ഇതാണ്. ഇതിൻ്റെ സ്പെക്ട്രം ഇങ്ങനെയാണ് നമ്മൾ അസ്യൂം ചെയ്തു. ഇത് നമ്മുടെ സാമ്പിളിംഗ് സിഗ്നലാണ്. അതിൻ്റെ സ്പെക്ട്രം നമ്മൾ ഡിറ്റർമിൻ ചെയ്തു. ദെൻ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ടാണ് സാമ്പിൾഡ് ഔട്ട്പുട്ട്. സോ സാമ്പിൾഡ് ഔട്ട്പുട്ടിൻ്റെ സ്പെക്ട്രം, ഓരോന്നിൻ്റെ സ്പെക്ട്രമാണ് നമ്മളിവിടെ വരച്ചേക്കുന്നത്. സോ ഈ ഫസ്റ്റ് ഇൻപുട്ടിൻ്റെയും സാമ്പിളിംഗ് സിഗ്നലിൻ്റെയും കൂടെ പ്രോഡക്റ്റ്, അതാണ് എക്സസ് ഓഫ് ടി. അവിടെ കണ്ടീഷനുണ്ട്, ദിസ് എഫ് എസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2f. സോ ഈ സാമ്പിൾഡ് സിഗ്നലിൻ്റെ സ്പെക്ട്രമാണ് ഞാൻ ഈ വരച്ചേക്കുന്നത്. ഇതിൻ്റെ എക്സ്പ്രഷനാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്തത്. ദാറ്റ് ഈസ് ദിസ് ഇക്വേഷൻ എഫ് എസ് ഇൻറ്റു സമ്മേഷൻ എക്സ് ഓഫ് ഒമേഗ മൈനസ് എൻ ഒമേഗ എസ്. അത് വെച്ചിട്ടാണ് ഈ ഒരു സ്പെക്ട്രം ഇവിടെ വരച്ചേക്കുന്നത്. സോ വി ക്യാൻ റൈറ്റ് എക്സസ് ഓഫ് ഒമേഗ ഈസ് ഈക്വൽ ടു എഫ് എസ് ഇൻറ്റു സമ്മേഷൻ എൻ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ഒമേഗ മൈനസ് എൻ ഒമേഗ എസ്. അപ്പോൾ ഇതെന്താണ്? എഫ് എസ്. സോ
എഫ് എസ് ഇവിടെ നോക്കുക, എക്സ് ഓഫ് ഒമേഗയുടെ മാഗ്നിറ്റ്യൂഡ് 1 ആയിരുന്നു. ഇവിടെ മാഗ്നിറ്റ്യൂഡ് വന്നേക്കുന്നത് എക്സസ് ഓഫ് ഒമേഗയുടെ മാഗ്നിറ്റ്യൂഡ് എഫ് എസ് ആണ്. സോ എന്നിന് 0 കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് എക്സ് ഓഫ് ഒമേഗ, അതാണ് ഈ സിഗ്നൽ. 0 കൊടുത്തപ്പോൾ എനിക്ക് എക്സ് ഓഫ് ഒമേഗ തന്നെ കിട്ടി വിത്ത് മാഗ്നിറ്റ്യൂഡ് എഫ് എസ്. ദെൻ എന്നിന് 1 കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന എക്സ് ഓഫ് ഒമേഗ മൈനസ് ഒമേഗ എസ് ആണ്. അതായത് ഒമേഗ 0 കിട്ടി, അടുത്തത് ഒമേഗ എസ്സിൽ അടുത്ത സിഗ്നൽ കിട്ടും, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എഫ് എസ് തന്നെയാണ്. ദെൻ അടുത്ത് 2 കൊടുത്താൽ അടുത്ത സിഗ്നൽ ഇവിടെ കിട്ടും. സോ എക്സ് ഓഫ് ഒമേഗ മൈനസ് 2 ഒമേഗ എസ്. സോ നമ്മുടെ ഒറിജിനൽ സിഗ്നലിൻ്റെ ഒരു റെപ്ലിക്ക, അതിൻ്റെ ഒരു സമ്മേഷൻ തന്നെയാണ് നമുക്ക് സാമ്പിൾഡ് ഔട്ട്പുട്ടിൻ്റെ സ്പെക്ട്രമായിട്ട് കിട്ടുന്നത്. സോ ദിസ് ഈസ് ദ ഒറിജിനൽ സിഗ്നൽ സ്പെക്ട്രം. സോ അതിൻ്റെ സമ്മേഷനായിട്ടാണ് നമുക്ക് സാമ്പിൾഡ് ഔട്ട്പുട്ടിൻ്റെ സ്പെക്ട്രം കിട്ടുന്നത്. എഫ് എസ് വന്നത് മനസ്സിലാക്കണം, ഇവിടെ എഫ് എസ് ആണ്, അവിടെ 1 ആയിരുന്നു നമ്മൾ എക്സ് ഓഫ് ഒമേഗയുടെ കൺസിഡർ ചെയ്തേക്കുന്നത്. സോ ഇതാണ് നമ്മുടെ സാമ്പിളിംഗ് തിയറം. സോ സാമ്പിളിംഗ് തിയറം ചോദിക്കുമ്പോൾ ഇത്രയും എഴുതണം. ഇനിയും എഴുതാനുണ്ട്, കുറച്ച് കാര്യങ്ങളോട് എഴുതാനുണ്ട് സാമ്പിളിംഗ് തിയറത്തിൻ്റെ പ്രൂഫ്. സോ നമ്മളതിൻ്റെ സ്പെക്ട്രവും പഠിച്ചു, അതിൻ്റെ ഇക്വേഷനും പഠിച്ചു, സാമ്പിളിംഗ് തിയറത്തിൻ്റെ പ്രൂഫ് പഠിച്ചു. ദെൻ അതിൻ്റെ കുറച്ച് അനാലിസിസ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഒറിജിനൽ സിഗ്നലിൻ്റെ സ്പെക്ട്രം. ഇനി നമ്മളിപ്പം ചൂസ് ചെയ്തേക്കുന്ന സാമ്പിളിംഗ് ഫ്രീക്വൻസി നമ്മൾ പറഞ്ഞു ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2FM എന്ന് പറഞ്ഞു. അതിൽ കേസ് 1 എടുക്കുവാണ്, എഫ് എസ് ഗ്രേറ്റർ ദാൻ 2FM, അതായത് എഫ് എസ് ഗ്രേറ്റർ ദാൻ 2FM അല്ലെങ്കിൽ ഒമേഗ എസ് ഗ്രേറ്റർ ദാൻ, സാമ്പിളിംഗ് ഫ്രീക്വൻസി ഗ്രേറ്റർ ദാൻ കണ്ടീഷൻ ആണെങ്കിൽ നമ്മുടെ സ്പെക്ട്രം ഇങ്ങനെയാണ് വരുന്നത്. ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് വേണം വരയ്ക്കാൻ. സോ ഈ രീതിയിൽ ഈ സ്പെക്ട്രം കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം, സ്പെക്ട്രം എങ്ങനെ വരുന്നതെന്നുള്ളത്. എഫ് എസ് ഗ്രേറ്റർ ദാൻ 2FM നമ്മൾ നേരത്തെ വരച്ച് അതിന് ഒറിജിനൽ സ്പെക്ട്രം അവിടെ വരച്ചിരുന്നു. ഇതാണ് ഒറിജിനൽ സ്പെക്ട്രം. ഈ ഒരു സ്പെക്ട്രം നമ്മളിനി ഓരോ ഡിഫറെൻറ്റ് കേസസ് ആയിട്ട് അനലൈസ് ചെയ്യുകയാണ്. സോ ഇതാണ് ഗ്രേറ്റർ ദാൻ 2FM കേസസിലുള്ള ഫിഗർ. ഇത് 0-ൽ വരും, അടുത്ത ഒമേഗ എസ്സിൽ വരും, ഇവിടെ മൈനസ് ഒമേഗ എസ്സിൽ. അപ്പോൾ ഇതിൻ്റെ ഇത് ഒറിജിനൽ സ്പെക്ട്രം തന്നെയാണ്, കാരണം ഇവിടെ ഒമേഗ എമ്മും ഇത് മൈനസ് ഒമേഗ എമ്മും. ഒമേഗ എസ്സിൽ വരയ്ക്കുമ്പോൾ ഒമേഗ എസ് പ്ലസ് ഒമേഗ എം, ഒമേഗ എസ് മൈനസ് ഒമേഗ എം, അതായിരിക്കും ഈ 2 പോയിൻറ്റുകൾ. സോ ഈ രീതിയിൽ വേണം നമ്മൾ ഒമേഗ എസ് ഗ്രേറ്റർ ദാൻ 2FM വരയ്ക്കേണ്ടത്. ദെൻ കേസ് 2. അപ്പോൾ ഈ കേസിൽ നമ്മുടെ സാമ്പിളിംഗ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ഹിയർ ദ ഒറിജിനൽ സിഗ്നൽ ക്യാൻ ബി റിക്കവേർഡ് ഫ്രം ദ സാമ്പിൾഡ് സിഗ്നൽ. ഇത് ട്രൂ ആണ്. ദെൻ രണ്ടാമത്തെ കേസ് നോക്കാം. ഒമേഗ എസ് ഈക്വൽ ടു 2FM. ഇതും സാമ്പിളിംഗ് തിയറം നൈക്വിസ്റ്റ് റേറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ സാമ്പിളിംഗ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷനാണ് എഫ് എസ് ഈക്വൽ ടു 2FM. ഇവിടെ സ്പെക്ട്രം വരുന്നത് ഈ ഒരു സ്പെക്ട്രം എൻഡ് ചെയ്യുന്നിടത്തു നിന്ന് തന്നെ അടുത്ത് വരയ്ക്കണം. സോ 0-ൽ ഒമേഗ എസ്സിൽ മൈനസ് ഒമേഗ എസ്സിൽ ഈ രീതിയിലായിരിക്കും നമ്മുടെ സ്പെക്ട്രം വരുന്നത്. ഇവിടെയും നമ്മുടെ സാമ്പിളിംഗ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ഒറിജിനൽ സിഗ്നൽ ക്യാൻ ബി റിക്കവേർഡ് ഫ്രം ദ സാമ്പിൾഡ് സിഗ്നൽ. സോ 2 കണ്ടീഷൻ പറഞ്ഞു. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എഫ് എസ് ലെസ് ദാൻ 2FM. ഈ കണ്ടീഷനിൽ നമ്മുടെ സ്പെക്ട്രം വരുന്നത് അതുകൊണ്ട് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്താണ്. ഈ സിഗ്നൽ വരച്ചു, അടുത്ത സിഗ്നൽ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്താണ്. സോ ഇങ്ങനെ സിഗ്നൽ ഓവർലാപ്പിംഗ് കണ്ടീഷൻ ഇവിടെ വരുന്നുണ്ട്. സോ ഇവിടെ ഓവർലാപ്പ് ചെയ്താണ് നമ്മുടെ സിഗ്നൽ നിൽക്കുന്നത്. ഈ ഓവർലാപ്പിങ്ങിനെ ഇതിനെ നമ്മൾ ഏലിയാസിങ് എന്നാണ് പറയുന്നത്, ഏലിയാസിങ്. സോ ദിസ് ഓവർലാപ്പിംഗ് ഈസ് നോൺ ആസ്. സോ ഇത് സാമ്പിളിംഗ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻ അല്ല. സോ ഒറിജിനൽ സിഗ്നൽ കനോട്ട് ബി റിക്കവേർഡ് ഫ്രം ദ സാമ്പിൾഡ് സിഗ്നൽ ബിക്കോസ് ഏലിയാസിങ് ഒക്കേഴ്സ്. സോ ഏലിയാസിങ് മീൻസ് നമ്മുടെ ആ എഫ് ഒമേഗ എം വരുന്ന ഹൈ ഫ്രീക്വൻസി കമ്പോണൻസ് ഓവർലാപ്പ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഏലിയാസിങ് എന്ന് പറയുന്നത്. സോ അതിവിടെ ഒക്കർ ചെയ്യും. സോ ഇതാണ് നമ്മുടെ 3 കേസസ്, സ്പെക്ട്രം വെച്ചിട്ടുള്ള 3 കേസസ്. ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്, കറസ്പോണ്ടിങ് സ്പെക്ട്രം വരയ്ക്കാനും ചോദിക്കാറുണ്ട്. സോ സാമ്പിളിംഗ് തിയറം, ദെൻ ഏലിയാസിങ് എന്താണെന്ന് നമ്മുടെ സിലബസിലുണ്ട്, അത് പഠിച്ചിരിക്കണം. സോ നമ്മൾ ഫിഗർ സി കണ്ടു, ആ ഫിഗർ സി വരയ്ക്കണം ഇവിടെ. ആ ഫിഗർ ഇവിടെ വരച്ചിട്ട് വേണം ഏലിയാസിങ് എക്സ്പ്ലെയിൻ ചെയ്യാൻ. സോ ഫ്രം ഫിഗർ സി വെൻ ഒമേഗ എസ് ലെസ് ദാൻ 2ωm നമ്മൾ പറഞ്ഞു ഓവർലാപ്പ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. സോ വെൻ ദ സിഗ്നൽ ഈസ് അണ്ടർ സാമ്പിൾഡ്, ഒമേഗ എസ് ലെസ് ദാൻ 2ωm ആണ്, ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ഓവർ സാമ്പിൾഡ്. സോ ഈ അണ്ടർ സാമ്പിൾഡ് കണ്ടീഷനിലെ എക്സ് ഓഫ് ഒമേഗ, ദ സ്പെക്ട്രം ഓഫ് എക്സ് ഓഫ് ടി ഈസ് നോ ലോങ്ങർ റെപ്ലിക്കേറ്റഡ് ഇൻ എക്സസ് ഓഫ് ഒമേഗ ആൻഡ് ദസ് എക്സ് ഓഫ് ടി ഈസ് നോ ലോങ്ങർ റിക്കവർ ഫ്രം എക്സ് സാമ്പിൾഡ് ഔട്ട്പുട്ട്. സോ അവിടെ നമുക്ക് ഒറിജിനൽ സിഗ്നൽ റിക്കവർ ചെയ്യാൻ പറ്റാത്ത ആ ഓവർലാപ്പിംഗ് കണ്ടീഷനെയാണ് ഏലിയാസിംഗ് എന്ന് പറയുന്നത്. ദിസ് എഫക്റ്റ് ഇൻ വിച്ച് ഇൻഡിവിജ്വൽ ടേംസ് ഇൻ ദ ഇക്വേഷൻ, നമ്മുടെ ഇക്വേഷനിൽ നിന്നും
ഓവർലാപ്പിംഗ് കണ്ടീഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഏലിയാസിംഗ് എന്ന് പറയുന്നത്. ദിസ് പ്രോസസ് ഓഫ് സ്പെക്ട്രൽ ഓവർലാപ്പ് ഈസ് ഓൾസോ നോൺ ആസ് ഫ്രീക്വൻസി ഫോൾഡിംഗ് എഫക്റ്റ്. ഇതിനെ നമ്മൾ ഫ്രീക്വൻസി ഫോൾഡിംഗ് എഫക്റ്റ് എന്നും നമ്മൾ പറയുന്നുണ്ട് ഏലിയാസിങ്ങിനെ. സോ അതിൻ്റെ ഡെഫിനേഷൻ ഇവിടെ ഒന്നുകൂടെ പറയുന്നുണ്ട്. ദ ഫിനോമിനൻ ഇൻ വിച്ച് എ ഹൈ ഫ്രീക്വൻസി കമ്പോണൻറ്റ് ഇൻ ഫ്രീക്വൻസി സ്പെക്ട്രം ഓഫ് എ സിഗ്നൽ ടേക്സ് എ ഐഡൻറ്റിറ്റി ഓഫ് എ ലോ ഫ്രീക്വൻസി കമ്പോണൻറ്റ് ഇൻ ദ സ്പെക്ട്രം ഓഫ് സാമ്പിൾഡ് സിഗ്നൽ. സോ അങ്ങനെ ഓവർലാപ്പ് ചെയ്തിരിക്കുന്ന ഒരു കണ്ടീഷനെയാണ് ശരിക്കും ഏലിയാസിംഗ് എന്ന് പറയുന്നത്. സോ ഏലിയാസിംഗ് ക്യാൻ ഒക്കർ. സോ റീസൺ ഫോർ ഏലിയാസിംഗ് ആണോ, ഏലിയാസിംഗ് ഒക്കർ ചെയ്യാനുള്ള റീസൺ നമ്മൾ പറഞ്ഞു. സാമ്പിളിംഗ് റേറ്റ് വളരെ കുറവാണെങ്കിൽ, ദെൻ അതുപോലെ തന്നെ സിഗ്നൽ ഒരു ബാൻഡ് ലിമിറ്റഡ് സിഗ്നൽ അല്ലെങ്കിൽ, നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സിഗ്നൽ ഓൾറെഡി സാമ്പിളിംഗ് തിയറത്തിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ അതാണ് പറയുന്നത്, ഷുഡ് ബി എ ബാൻഡ് ലിമിറ്റഡ് സിഗ്നൽ. സോ ആ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ ഏലിയാസിംഗ് ഒക്കർ ചെയ്യും. സോ ആ ഏലിയാസിംഗ് അവോയ്ഡ് ചെയ്യാനുള്ള മെത്തേഡ്സ് ഇവിടെ പറയുന്നുണ്ട്. എക്സ് ഓഫ് ടി ഈസ് സ്ട്രിക്ട്ലി ബാൻഡ് ലിമിറ്റഡ്, ഒരു ബാൻഡ് ലിമിറ്റഡ് സിഗ്നൽ ആയിരിക്കണം. ദിസ് ക്യാൻ ബി എൻഷുർഡ് ബൈ യൂസിങ് ആൻ ആൻറ്റി ഏലിയാസിംഗ് ഫിൽട്ടർ ബിഫോർ സാമ്പിളിംഗ്. സോ സാമ്പിളിംഗ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു ലോ പാസ് ഫിൽട്ടർ, ഒരു ആൻറ്റി ഏലിയാസിംഗ് ലോ പാസ് ഫിൽട്ടർ. സോ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഒരു ലോ പാസ് ഫിൽട്ടറാണ് കേട്ടോ. ലോ പാസ് ഫിൽട്ടർ, ഒരു ആൻറ്റി ഏലിയാസിംഗ് ലോ പാസ് ഫിൽട്ടർ നമുക്ക് യൂസ് ചെയ്യാം. ആ ലോ പാസ് ഫിൽട്ടർ ബിഫോർ ദ sampler. So this condition can avoid aliasing. Then fs എന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ 2fm ആയിരിക്കണം. എന്നാലേ Nyquist റേറ്റ് അല്ലെങ്കിൽ സാമ്പിളിംഗ് റേറ്റ് സാറ്റിസ്ഫൈ ചെയ്യത്തുള്ളൂ. സോ ഇതൊക്കെയാണ് ഏലിയാസിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏലിയാസിംഗ് എന്താണെന്ന് എക്സാമിന് ചോദിക്കാം. ദെൻ സാമ്പിളിംഗ്, അതുപോലെ തന്നെ സാമ്പിളിംഗ് തിയറം ചോദിക്കുമ്പോൾ അതൊരു ലോങ് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുവാണെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും അതിൻ്റെ പ്രൂഫും നമുക്ക് അറിഞ്ഞിരിക്കണം. ദെൻ നമുക്കിനി അടുത്ത ലെക്ചറിൽ ഇതിൻ്റെ പ്രോബ്ലംസും, അതായത് സാമ്പിളിംഗ് Nyquist റേറ്റ് ഡിറ്റർമിൻ ചെയ്യാൻ, Nyquist ഇൻ്റർവെല്ല് ഡിറ്റർമിൻ ചെയ്യാനുള്ള കുറച്ച് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. ദെൻ സ്പെക്ട്രം റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും എക്സാമിന് ചോദിക്കാറുള്ളൂ. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത വീഡിയോയിൽ നമുക്ക് സാമ്പിളിങ്ങിൻ്റെ പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.